അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഏത് ധ്രുവത്തിലാ? അന്റാർട്ടിക്ക ഏത് ധ്രുവത്തെ ചുറ്റിയിട്ടാ കിടക്കുന്നത്? ഉത്തര ധ്രുവമാണോ ദക്ഷിണ ധ്രുവമാണോ? കുറെ ആളുകൾക്ക് അതന്നെ കൺഫ്യൂഷനാണ്. ധ്രുവത്തിലാണെന്ന് അറിയാം, അതിപ്പം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ ധ്രുവമാണ് കേട്ടോ. ദക്ഷിണ ധ്രുവം സൗത്ത് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. മോളിൽ എന്തില്ല? മോളിൽ ഭൂഖണ്ഡം ഇല്ല, നമ്മൾ ആൾറെഡി പറഞ്ഞല്ലേ. അപ്പൊ ദക്ഷിണ ധ്രുവത്തെ ചുറ്റിയിട്ടാണ് ആര് കിടക്കുന്നത്? അന്റാർട്ടിക്ക കിടക്കുന്നത്. തണുത്ത ഭൂഖണ്ഡം, തണുത്ത ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏതാണ്? തണുത്ത ഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം എന്നൊക്കെ പറയുന്നത് ഏതാണ്? അന്റാർട്ടിക്കയാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം ഒറ്റയടിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക അല്ലേ പറഞ്ഞത്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഏതാ? വെളുത്ത ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഫുൾ ഐസ് അല്ലേ, ഫുൾ ഐസ് ആയിട്ട് കിടക്കല്ലേ, അതുകൊണ്ടാണ് എന്ത് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഇനിയോ ഏറ്റവും വലിയ മരുഭൂമി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്രിക്ക എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് ചോദിച്ചാൽ എങ്ങാനും ചോദ്യകർത്താവ് അന്റാർട്ടിക്ക എന്ന ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം നിങ്ങൾ എഴുതിക്കോണം, അന്റാർട്ടിക്കൻ മരുഭൂമി എന്ന് എഴുതിക്കോണം എന്നുള്ളത് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിങ്ങൾ സഹാറ തന്നെ എഴുതിക്കോ. തണുത്ത വൻകര, വെളുത്ത ഭൂഖണ്ഡം, ഏറ്റവും വലിയ മരുഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരം, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ, അന്റാർട്ടിക്കയിലാണ്. ഇനി ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, വിൻസൺ മാസിഫ്. അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, വിൻസൺ മാസിഫ് എന്നുള്ളത്. അത് PSC എന്ത് ചെയ്തതാണ്? ചോദിച്ച ചോദ്യമാണ് കേട്ടോ, മുമ്പേ ചോദിച്ച ചോദ്യമാണ്. വിൻസൺ മാസിഫ് ഏത് വൻകരയിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കറണ്ട് അഫേഴ്സിലൊക്കെ അരുണിമ സിൻഹ കീഴടക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ വിൻസൺ മാസിഫ് കീഴടക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വിൻസൺ മാസിഫ് ആണ് ഉയരം കൂടിയ കൊടുമുടി. സജീവ അഗ്നിപർവ്വതമാണ് ഏത്? എറീബസ്. സജീവ അഗ്നിപർവ്വതമാണ് എന്ത്? എറീബസ്. അങ്ങനെ ഒരു സാധനം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, PSC അവർ ചോദിച്ചിട്ടില്ല കേട്ടോ, ഒരു പരീക്ഷകളിലും കാണാത്ത ഒന്നാണ് ഇത്. മൗണ്ട് എറീബസ് എന്ന് പറയുന്നത് സജീവ അഗ്നിപർവ്വതമാണ്. ഇപ്പൊ നോർമലി ഒരു ചോദിക്കുന്ന ചോദ്യമല്ല, പക്ഷെ ജസ്റ്റ് എന്ത് ചെയ്യുക, അന്റാർട്ടിക്കയിലുള്ള അഗ്നിപർവ്വതമാണ്, സജീവ അഗ്നിപർവ്വതമാണ് ഏത്? എറീബസ്. ഇനിയോ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഇല്ലാത്ത ഭൂഖണ്ഡം, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഇല്ലാത്ത ഭൂഖണ്ഡം. ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് രേഖപ്പെടുത്തിയത്, ഈ കുറഞ്ഞ ഊഷ്മാവ് തന്നെ PSC ചോദിച്ച ചോദ്യമാണ്. -89.2. -89.2 എന്നുള്ളത് എന്ത് ചെയ്താണ്? 2019 ചോദിച്ച ചോദ്യം കേട്ടോ. ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ പര്യവേഷണ കേന്ദ്രമായിട്ടുള്ള വോസ്തോക്ക് സ്റ്റേഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയോ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ തപാൽ ഓഫീസ് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അല്ല, ഇത് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് അടുത്തത് ഇതിലും താഴെ വരുമ്പോഴല്ലേ രേഖപ്പെടുത്തുള്ളൂ. മനസ്സിലായോ? ഇതുവരെ ഹിസ്റ്ററിയിൽ -89.2 താഴെ പോയിട്ടില്ല. ഇതാണ് ഏറ്റവും കുറഞ്ഞ ചൂടായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയത് കേട്ടോ. അപ്പോ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ തപാൽ ഓഫീസ് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. 1984 കേട്ടോ. 1984 എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എവിടെയാണ് ശരിക്കും? ദക്ഷിണ ഗംഗോത്രിയിലാണ് കേട്ടോ. പനാജിയുടെ അണ്ടറിലാണ് വരുന്നത്. ഗോവ പോസ്റ്റൽ ഹെഡിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത് കേട്ടോ. അപ്പോ ദക്ഷിണ ഗംഗോത്രി PO എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? എഴുതുക. വേണമെങ്കിൽ ഒരു കത്ത് എഴുതി നോക്കുക. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ ഒരു അഡ്രസ് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അഡ്രസ്സിൽ എന്ത് ചെയ്യുക,
ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡ്, വലിയ ചെലവൊന്നുമില്ലല്ലോ. പോസ്റ്റ് കാർഡ് എഴുതി അതിന്റെ പുറത്ത് അഡ്രസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് വിടുക. അവിടെ ആരും സ്വീകരിക്കാനുണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു രസം, സംഭവം പോകുമല്ലേ എന്നുള്ളത് അറിയാലോ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ PSC കിട്ടിയിട്ട് ഞാനും വരും അവിടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വെറുതെ എഴുത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് വിടുക. അവിടെ ആരെങ്കിലും വായിച്ചിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും എഴുതിയാലോ കേട്ടോ. അപ്പോ എന്തായാലും ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ തപാൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്? 1984 ദക്ഷിണ ഗംഗോത്രിയിൽ എന്നുള്ളത് കേട്ടോ. അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം, ദക്ഷിണ ഗംഗോത്രി 1984 സ്ഥാപിച്ച. 83, 84 83 പണി തുടങ്ങി, 84 എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പൊ ദക്ഷിണ ഗംഗോത്രി ആദ്യത്തേത്, മൈത്രി രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഭാരതി 2012. വിഇയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ലേ? വിഇയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി, ഇത് മൂന്നും എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി എന്നുള്ള ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. അപ്പൊ ഫസ്റ്റിലത്തെ എന്ത് ചെയ്യണം, ഇയർ വേണം കേട്ടോ. 1984 എന്നുള്ളതും 1989 എന്നുള്ളതും 2012 എന്നുള്ളതും വർഷം അവിടെ വേണം. വർഷം നിർബന്ധമാണ് അവിടെ കേട്ടോ. ഇത് ജസ്റ്റ് എന്ത് ചെയ്ത്, ഒന്നാമത്തെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും, രണ്ടാമത്തെ മൂന്നാമത്തെയാണ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അല്ലെ. ഒന്നാമത്തെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും, ദക്ഷിണ ഗംഗോത്രിയാണ് ആ പേര്. രണ്ടാമത്തേതിൽ 2 അക്ഷരം മൈത്രി, മൂന്നാമത്തേതിൽ 3 അക്ഷരം. ആ ക്രമത്തിൽ ഓർത്തിരുന്നാൽ മതി, അപ്പൊ പിന്നെ മാറിപ്പോവില്ല കേട്ടോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യൂല, അങ്ങോട്ട് മാറിപ്പോവില്ല. രണ്ടാമത്തേതിൽ 2 അക്ഷരം മൈത്രി, മൂന്നാമത്തേതിൽ 3 അക്ഷരം ഭാരതി എന്നുള്ളത് കേട്ടോ. ആ പോസ്റ്റ് ഓഫീസും ഈ ദക്ഷിണ ഗംഗോത്രിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസും ഇതേ ദക്ഷിണ ഗംഗോത്രിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതോടുകൂടി ആര് കഴിഞ്ഞു, അന്റാർട്ടിക്ക കഴിഞ്ഞു. ഇനി അന്റാർട്ടിക്കയെ കുറിച്ച് അല്ലാതെ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര, ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര എന്ന് ചോദിച്ചാൽ അതും ഏതാണ്, അന്റാർട്ടിക്ക കേട്ടോ. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര എന്ന് ചോദിച്ചാലും ഏതന്നെയാണ്, അന്റാർട്ടിക്ക. അപ്പൊ കുറെ പേര് ചിന്തിക്കുന്നുണ്ടാവും, ഏറ്റവും വലുത് ഏഷ്യ അല്ലേ, അതിലൂടെ അല്ലേ ഏറ്റവും കൂടുതൽ കടന്നു പോവണ്ടേ എന്നുള്ളത് അല്ലെ. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം അതിൽ ഇല്ല. കാരണം ഇത് ധ്രുവപ്രദേശമല്ലേ. ധ്രുവപ്രദേശമാവുമ്പോ ധ്രുവത്തിൽ നിന്ന് തുടങ്ങുന്നതെല്ലാം അതിനെ ടച്ച് ചെയ്തിട്ടല്ലേ. നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ഈ ധ്രുവത്തിൽ നിന്ന് ഒരു വര പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ആരിൽ തട്ടിയിട്ടേ പോരുള്ളൂ. ഇത് മൊത്തം അന്റാർട്ടിക്ക അല്ലേ, ഇതിനെ ചുറ്റിയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോ എല്ലാ രേഖാംശ രേഖകളും ആരെ തട്ടിയിട്ടേ പോരുള്ളൂ, അന്റാർട്ടിക്കയെ തട്ടിയിട്ടേ പോരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര എന്ന് ചോദിച്ചാൽ ഈ അന്റാർട്ടിക്കയാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മൈത്രി, ഭാരതി, ദക്ഷിണ ഗംഗോത്രി, ഇത് മൂന്നും എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. ഇന്ത്യക്ക് പുറത്തുള്ള തപാൽ ഓഫീസ് -89.2. വിൻസൺ മാസിഫ്, ഉയരം കൂടിയ കൊടുമുടി, വെളുത്ത ഭൂഖണ്ഡം, ഇത്രയാണ് എന്ത് ചെയ്യാറുള്ളത്, എടുത്ത് ചോദിക്കാറുള്ളത്. വലിപ്പത്തിൽ എത്ര സ്ഥാനം, 5 കേട്ടോ. വലിപ്പത്തിൽ 5. അതിനി അന്റാർട്ടിക്ക എന്ന് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ അന്റാർട്ടിക്ക എന്ന് വായിച്ചാലും കുഴപ്പമില്ല. അപ്പൊ 5ാം സ്ഥാനത്താണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇടയിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ കിട്ടും. മറ്റേ നിങ്ങൾക്ക് 7 ഒന്നും എന്ത് ചെയ്യൂല, വലിപ്പത്തിൽ അറിയൂല. നമ്മൾ ഏറ്റവും വലുത് ഏഷ്യ എന്ന് ഓർത്തിരിക്കും, പിന്നെയോ ഏറ്റവും ചെറുത് എന്നുള്ളത് ഏത് ഓർത്തിരിക്കും, ഓസ്ട്രേലിയ എന്നുള്ളത് ഓർത്തിരിക്കും. അത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നോക്കാറുള്ളൂ, അല്ലാതെ ബാക്കിയൊന്നും നോക്കാറില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം,
ഇടയിൽ ആഫ്രിക്ക എന്നുള്ളത് രണ്ടാമത്തെയാണ്, വടക്കേ അമേരിക്ക മൂന്നാമത്തേത്, തെക്കേ അമേരിക്ക നാലാമത്തേത്, അന്റാർട്ടിക്ക എന്നുള്ളത് അഞ്ചാമത്തെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിട്ടും. പിന്നെ ഇനി ആര് മാത്രമേ ഉള്ളൂ? പുറകിൽ യൂറോപ്പും ഓസ്ട്രേലിയയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് യൂറോപ്പ്. യൂറോപ്പിനെ നമുക്ക് ഏതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല? ഏതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല? അതായത് ഇത് ഒന്നിച്ചല്ലേ കിടക്കുന്നേ, ഇതൊന്നിച്ചല്ലേ കിടക്കുന്നേ, അല്ലാതെ നമുക്ക് മതിൽ കെട്ടി വേർതിരിക്കാനൊന്നും പറ്റൂല. ഏഷ്യ അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ നമ്മൾ നോർമലി ഒരു അതിരൊക്കെ പറയാറുണ്ട്. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ പർവ്വതനിര എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പലപ്പോഴും ഒന്നിച്ചു വിളിക്കാറുള്ളത് എന്താണ്? പലപ്പോഴും ഒന്നിച്ചു വിളിക്കാറുള്ളത് യൂറേഷ്യ. യൂറോപ്പും ഏഷ്യയും കൂടെ കൂടി ചേർന്ന് യൂറേഷ്യ എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, കോമൺ ആയിട്ട് അറിയപ്പെടാറുള്ളത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് വലുപ്പത്തിൽ 6ാം സ്ഥാനം ആൾറെഡി നമ്മൾ പറഞ്ഞു. മൗണ്ട് എൽബ്രൂസ്. LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അവിടെ കാണാൻ പറ്റും യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടി. യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എൽബ്രൂസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ മൗണ്ട് എൽബ്രൂസ് എവിടത്തെയാണ്? യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഏത് മലനിരയിലാണത്? കോക്കസസ് മലനിരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് എൽബ്രൂസ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയോ ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ, അതായത് ഈ ഒരു ഭാഗം എന്തറിയപ്പെടുന്നു? സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് അറിയപ്പെടുന്നു. സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നറിയപ്പെടുന്നു. പിന്നെയോ ഇങ്ങോട്ടേക്ക് ഈ ഭാഗമാണെങ്കിൽ അവിടെ എന്തറിയപ്പെടുന്നു? ബാൾക്കൻ കൺട്രീസ് എന്നറിയപ്പെടുന്നു. അതായത് യൂറോപ്പിന്റെ രണ്ട് കോർണറുകളാണ്. ഒന്ന് ഈ ഭാഗം സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നറിയപ്പെടുന്നു. ഇങ്ങോട്ടേക്ക് കാണപ്പെടുന്നതാണ് എന്ത്? ബാൾക്കൻ കൺട്രീസ് എന്നുള്ളത്. നിങ്ങൾ 10ാം ക്ലാസ്സിലെ ലോകമഹായുദ്ധമൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാരണങ്ങളായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബാൽക്കൻ പ്രദേശങ്ങൾ, ബാൽക്കൻ പ്രദേശങ്ങൾ, ബാൽക്കൻ വംശജർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാൽക്കൻ പ്രദേശങ്ങൾക്ക് വേണ്ടി ഓട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ബാൽക്കൻ പ്രദേശങ്ങൾക്ക് വേണ്ടി തമ്മിലടി ഉണ്ടായി. ബാൽക്കൻ പ്രതിസന്ധി, പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മുമ്പ് വായിച്ച സമയത്തൊക്കെ എന്താണെന്നൊന്നും പിടികിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു പേരെന്ത് ചെയ്തിട്ടുണ്ടാവും? ബാൽക്കൻ ക്രൈസിസ്, ബാൽക്കൻ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അതിൽ നമുക്ക് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് നമുക്ക് എടുത്തു ചോദിക്കാറുണ്ട്. ബാൽക്കൻ കൺട്രീസ് എന്ത് ചെയ്യാറില്ല, അങ്ങനെ എടുത്തു ചോദിക്കാറില്ല. തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞു, ഓട്ടോമൻ ഖലീഫമാർ, ഓട്ടോമൻ സാമ്രാജ്യം, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ കേട്ടോ? 9ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഉത്തുമാൻ, ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? പപ്പുവിന്റെ മറ്റേ ആ ഓട്ടോറിക്ഷ ഓർത്ത് കഴിഞ്ഞ് നീ സുലൈമാൻ അല്ല ഹനുമാനാണ് എന്നൊക്കെ പറയുന്നില്ലേ? ആ ഓട്ടോറിക്ഷയും അതും കൂടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമൻ സാമ്രാജ്യം, ഉത്തുമാൻ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ അതേപോലെ തന്നെ ഓർത്തിരിക്കാം. അപ്പോ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയുന്നത് ഫിൻലാൻഡ് ഒന്ന്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കാനുള്ളത് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്.
സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പെടാത്തത് ഏത് എന്നുള്ളത്. എന്നിട്ട് ഏത് കൊടുക്കും? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ദാ ഇവിടെ തന്നെ കണ്ട് കേട്ടോ. ഇവിടെ ഏത് കൊടുക്കുന്നറിയോ? നെതർലാൻഡ് കൊടുക്കും. അപ്പൊ നമ്മൾ ഫൈൻസ് ഞാൻ പഠിച്ചതാണ്, എന്നെ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നെതർലാൻഡ് അതിലങ്ങ് എണ്ണും കേട്ടോ. അപ്പൊ അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം? അവിടെ ഓർത്തിരുത്തോണം. മഞ്ഞ് മൂടിക്കിടക്കുന്ന രാജ്യങ്ങളാണെന്ത്? ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നോർവേക്ക് എന്തായാലും ഉണ്ട്. നിങ്ങൾ ഓർത്താൽ മതി എന്ത്, ഈ രാജ്യങ്ങളാണ് കൂടുതലും നിങ്ങൾ എന്തിൽ കാണുന്നത്? ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ തലപ്പത്താണെങ്കിലും മാനവ വിഭവശേഷിയിലാണെങ്കിലും പല ഇൻഡെക്സുകളിലും തലപ്പത്ത് കാണുന്നത് ഇവരാണ് അല്ലെ. 6 മാസം ഏകദേശം മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. ബാക്കിയുള്ളവനെ ആക്രമിക്കാനും ബാക്കിയുള്ളവന്റെ കാര്യങ്ങൾ നോക്കാനും ഒന്നും സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? 4 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? ജോലി സമയവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് മുമ്പ് മറ്റേ കറണ്ട് അഫേഴ്സിൽ അവരുടെ ആഴ്ചയിൽ 4 ദിവസം ജോലി 6 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ ആക്കി ചുരുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോ ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഇതിലത്തെ ഡെൻമാർക്ക് ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഗ്രീൻലാൻഡ് ആരുടെ അധീനതയിലാണ്? ഡെൻമാർക്കിന്റെ അധീനതയിലാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ അധീനതയിലാണ് എന്ന് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക? സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓർത്തിരിക്കുക. ഇനി ബാൾക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അൽബേനിയ, ബൾഗേറിയ, ഗ്രീസ്, തുർക്കി, യൂഗോസ്ലാവിയ ഇതൊക്കെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബാൽക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണ്ട കേട്ടോ. ബാൽക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല കേട്ടോ. ബാൽക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്യാറില്ല, ബാൾട്ടിക് അല്ല കേട്ടോ, ബാൾട്ടിക് അല്ല. ഈ പറയുന്ന ഏതാണ്? ബാൽക്കൻ രാജ്യങ്ങൾ എന്നുള്ളത് ബാൽക്കൻ പ്രതിസന്ധി, പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലോകയുദ്ധത്തിന് 1-ാം ലോകയുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാൽക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്യണ്ട, രാജ്യങ്ങളായിട്ട് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്തിനോട് പറഞ്ഞത്? നിങ്ങൾ ചോദിക്കുന്ന ഉറപ്പാണ്. കാരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെറുതെ ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു പോവാൻ എന്നെ വിടൂല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഏത് കൊടുക്കുന്നതാണ്? അൽബേനിയ, ബൾഗേറിയ, ഗ്രീസ്, തുർക്കി, യൂഗോസ്ലാവിയ ഇതൊക്കെ എന്ത് ചെയ്താണ്? അവിടെ കൊണ്ടുവന്നാണ് നിങ്ങളുടെ ഒരു സമാധാനത്തിന് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യൂല, PSC ബാൾക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അങ്ങോട്ടേക്ക് ചോദിക്കാറില്ല. കാരണം ഈ യൂഗോസ്ലാവിയൊക്കെ പിന്നീട് എന്തായിട്ടുണ്ട്? സെർബിയ, മോണ്ടിനെഗ്രോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും വേർപിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്, വോൾഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്, വോൾഗ. വോൾഗ ഡയലോഗ് കറണ്ട് അഫേഴ്സിൽ കേട്ട ഓർമ്മയുണ്ടോ? വോൾഗ ഡയലോഗ് ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ആണ് എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു ചർച്ചയാണ് എന്തറിയപ്പെടുന്നത്? വോൾഗ ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് ഇത്, കാസ്പിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് ഇത്, കാസ്പിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്, സുപ്പീരിയർ തടാകം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സുപ്പീരിയർ തടാകം എന്നുള്ളത് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകം, ഇത് ഉപ്പുജലാണ് കേട്ടോ. ഇത് ഉപ്പുജലമാണ്, കാസ്പിയൻ കടൽ എന്നുള്ളതാണ് പേര്. ഫിൻലാൻഡ് ആണ് എന്നറിയപ്പെടുന്നത് 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഫിൻലാൻഡ് ആണ് 1000 തടാകങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? PSC ചോദിക്കുന്ന 1000 തടാകങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? എടുത്ത് ചോദിക്കാറുണ്ട് ഫിൻലാൻഡ് എന്നുള്ളത്. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമാണ് ഇത്, വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമാണ് ഇത്, വത്തിക്കാൻ സിറ്റി. ഇനിയോ ബെനലക്സ് എന്നറിയപ്പെടുന്നത്, ബെനലക്സിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് ഈ 3 രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് ഇത്
ബെനലക്സ് പേരിൽ തന്നെ ഉണ്ട്. ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് കേട്ടോ. ഇത് മൂന്നുമാണ് എന്ത് ബെനലക്സ് എന്ന ഒറ്റ പേരിൽ ഒറ്റ നാമത്തിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പിന്നെ പേരിൽ തന്നെ ഉണ്ട്, ചോദിച്ചാലും നമുക്ക് അവിടെ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് ഇത്. ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് ഇത് മൗണ്ട് എറ്റ്ന. മൗണ്ട് എറ്റ്ന PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ്? മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ് എന്നുള്ളത്. എറ്റ്ന ഇറ്റലി എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. എറ്റ്ന ഇറ്റലി എന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ട്. ഇനി മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ചിലപ്പോ എങ്ങനെ ചോദിക്കാം, മരുഭൂപ്രദേശം കുറവുള്ള ഭൂഖണ്ഡം എന്ന് ചോദിക്കാം കേട്ടോ. മരുഭൂപ്രദേശം ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം എന്ന് ചോദിക്കാം. ഒന്നുകിൽ മരുഭൂമി ഇല്ലാത്ത എന്ന് പറഞ്ഞു ചോദിക്കും, അല്ലെങ്കിൽ മരുഭൂപ്രദേശം ഏറ്റവും കുറവ്. നമ്മൾ ഏതുപോലെ ആലപ്പുഴക്കാർക്ക് തന്നെ ദേഷ്യം വരും ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ. എന്ത്, കേരളത്തിൽ വനമില്ലാത്ത ജില്ല, എന്നാലും അവർ ഏത് കർപ്പിക്കും, ഒരു മാർക്കിന്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആലപ്പുഴ എന്ന് കർപ്പിക്കും. ഒന്ന് ആലോചിച്ചു, അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. അവിടെ വനം ഉണ്ട് എന്നറിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യുക, അവരെന്നെ ആലപ്പുഴ എന്ന് കർപ്പിക്കുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ചു, വനമില്ലാത്ത ജില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ PSC വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് വിയ്യപുരം ഫോറസ്റ്റ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. വിയ്യപുരം ഫോറസ്റ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും കർപ്പിക്കണം ഏത്, ആലപ്പുഴ എന്നതിന് എന്ത് ചെയ്യണം, കർപ്പിക്കണം. ഇപ്പൊ പിന്നെ PSC അത് കുറെ മാറ്റി പിടിച്ചു, വനം കുറവുള്ള ജില്ല എന്നൊക്കെ എന്ത് ചെയ്യും, മാറ്റി. അപ്പോ മരുഭൂമി ഇല്ലാത്ത അല്ലെങ്കിൽ മരുഭൂമി ഏറ്റവും കുറവ് എന്നുള്ള രീതിയിൽ ഏത് ഓർത്തിരിക്കാം, യൂറോപ്പിനെ ഓർത്തിരിക്കാം. ഇനി മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇനി ഇന്നലെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കേട്ടോ. ഇന്നലെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മെഡിറ്ററേനിയന് ചുറ്റും അനുഭവപ്പെടുന്നതാണ് ഏത്, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ടൈഗ കാലാവസ്ഥ, ടൈഗ കാലാവസ്ഥ, തുന്ദ്ര കാലാവസ്ഥ കേട്ടോ. ടൈഗ കാലാവസ്ഥ, തുന്ദ്ര കാലാവസ്ഥ. നമ്മൾ ഇന്നലെ വടക്കേ അമേരിക്ക പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നതാണ് എന്ത്, തുന്ദ്ര മേഖല എന്ന് അല്ലെ. കൊടും തണുപ്പ്, അതായത് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു ഏരിയ, അതാണ് എന്ത്, തുന്ദ്ര എന്നറിയപ്പെടുന്നത്. ടൈഗ എന്ന് പറയുന്നത് ദൈർഘ്യം കുറഞ്ഞ ഉഷ്ണകാലമുള്ള ഭാഗമാണ് ഇത് ടൈഗ. ഇത് നേരെ എവിടെയും അനുഭവപ്പെടുന്നുണ്ട്, ഇത് നേരെ യൂറോപ്പിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടാൽ മതി ഇതിനെ, ഇതിനോട് പാരലായിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ. അതായത് ഈ റീജിയൻ, അതിന് ബദലായിട്ട് ഈ റീജിയൻ. പിന്നെയോ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്നുകൂടെ അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കണക്കാക്കിയാൽ മതി എന്ത്, തുന്ദ്രയും ടൈഗയും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഒരുപോലെ ഉണ്ട് കേട്ടോ. വടക്കേ അമേരിക്കയിലും പിന്നെയോ യൂറോപ്പിലും പാരലായിട്ടുള്ള രണ്ട് കാലാവസ്ഥകളാണ്. ഒന്ന് തുന്ദ്ര കാലാവസ്ഥ, ഒന്ന് ടൈഗ കാലാവസ്ഥ. പിന്നെ മെഡിറ്ററേനിയന്റെ ചുറ്റുമുള്ളവർക്ക് മാത്രം കിട്ടുന്ന കാലാവസ്ഥയാണ് എന്ത്, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇങ്ങനെ മൂന്ന് കാലാവസ്ഥകൾ എവിടെ അനുഭവപ്പെടുന്നുണ്ട്, മൂന്നെണ്ണം അല്ല 5 ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പറയാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, ഈ ടൈഗ, തുന്ദ്ര എന്നൊക്കെ. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ 5 കാലാവസ്ഥകൾ അടക്കം പഠിക്കാനുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമല്ല, ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമല്ല, അത്രയും എന്ത് ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പൊ തുന്ദ്ര കാലാവസ്ഥ ഓർത്തിരിക്കുക, ടൈഗ കാലാവസ്ഥ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ വേൾഡ് മാപ്പിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ ഈ ഭാഗം വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നു. കാരണം രണ്ടും ആരോട് അടുത്തിട്ടാ, രണ്ടും ധ്രുവ പ്രദേശത്തിനോട് അടുത്തല്ലേ അല്ലേ. ആ പിന്നെ ഏകദേശം 50 റേഞ്ചിലാണ്, 50 ഡിഗ്രി 50 ആ റേഞ്ചിലാണ് ഇങ്ങോട്ടേക്ക് ഏത് വരുന്നത്,
ടൈഗ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. ദൈർഘ്യം കുറഞ്ഞ ഉഷ്ണകാലം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനോട് പാരലായിട്ട് ഇവിടെ ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിനോട് പാരലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഏത് ടൈഗ കേട്ടോ. ആ ഗ്ലോബൽ നോക്കി കഴിഞ്ഞാൽ ഇനി വേറുള്ളവർക്കുള്ള സംശയമാണ് അപ്പൊ എന്താ നമ്മുടെ ഏഷ്യയിൽ ഇല്ലാത്തതും അല്ലേ. അടുത്ത സംശയമാണ് എന്ത് നമ്മുടെ ഏഷ്യയിൽ എന്താ അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നൊന്നും ഇല്ലാത്ത. ഇത് രണ്ടും ധ്രുവപ്രദേശത്തിനോട് അടുത്താണ്. നമ്മൾ എന്തല്ല നമ്മൾ ധ്രുവപ്രദേശത്തിനോട് അടുത്തല്ല കേട്ടോ. നമ്മൾ എന്തല്ല ധ്രുവപ്രദേശത്തിനോട് അടുത്തല്ല. ഇത് പിന്നെയും കുറെ കൂടി ചേർന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയിന്റ് ആയിട്ട് പോണ്ടേ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് റഷ്യയുടെ ഭാഗം, റഷ്യയൊക്കെ യൂറോപ്പിൽ കിടക്കുന്നല്ലേ, അപ്പൊ ആ ഭാഗത്ത് വരുന്നുണ്ട്, ആ ഭാഗത്ത് മുകളിൽ പെടും കേട്ടോ. റഷ്യ യൂറോപ്പിലല്ലേ കൂട്ടുന്നത്. നമ്മൾ ഗ്രീൻലാൻഡ് പറഞ്ഞ പോലെ കിടക്കുന്നത് വടക്കേ അമേരിക്കയുടെ അടുത്താണെങ്കിലും റേഷൻ എവിടെയാണ് യൂറോപ്പിലാണ്. എന്ന പോലെ കിടക്കുന്നത് ഏഷ്യയുടെ മുകളിലാണെങ്കിലും റേഷൻ എവിടെയാണ് യൂറോപ്പിലാണ് കേട്ടോ. റഷ്യ ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇനി ഇതിൽ ഒരെണ്ണം ഒരു അഗ്നിപർവ്വതമുണ്ട് സ്ട്രാംബോളി എന്ന് പറയുന്നത്. സ്ട്രാംബോളി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ദീപശിഖ എന്നറിയപ്പെടുന്ന സ്ട്രാംബോളി എന്ന് പറയുന്ന അഗ്നിപർവ്വതം. സ്ട്രാംബോളി എവിടെയാ? സ്ട്രാംബോളി എവിടെയാ? ഇറ്റലിയിലാണ്. ഏത് സ്ട്രാംബോളി അഗ്നിപർവ്വതം യൂറോപ്പിന്റെ ദീപശിഖ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. യൂറോപ്പിന്റെ ദീപശിഖ എന്ന് അറിയപ്പെടുന്നു. മെഡിറ്ററേനിയന്റെ ദീപശിഖ എന്നും ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നു അവിടെ അറിയപ്പെടുന്നത് ഏതന്നെയാണ്? ഇതേ അഗ്നിപർവ്വതം തന്നെയാണ് കേട്ടോ. യൂറോപ്പിന്റെ അല്ലെങ്കിൽ മെഡിറ്ററേനിയനിലേക്ക് തള്ളി നിൽക്കുന്ന രാജ്യമാണ് ഇത് ഇറ്റലി എന്ന് പറയുന്നത്. ഇവിടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഷൂവിന്റെ ആകൃതിയിലുള്ള രാജ്യമാണ് ഇത് ഇറ്റലി എന്ന് പറയുന്നത്. അത് ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് കാണുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇത് ഇറ്റലി കേട്ടോ. ഷൂവിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ് ഇത് ബൂട്ടിന്റെ ആകൃതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ. ഇവിടെ മെഡിറ്ററേനിയന്റെ ദീപശിഖ, യൂറോപ്പിന്റെ ദീപശിഖ എന്നൊക്കെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് അവിടെ അറിയപ്പെടാറുണ്ട് കേട്ടോ. ആ ഷൂ ഒരു ഹീലുള്ള ഷൂ ഒക്കെ ആയിട്ട് തോന്നുന്നില്ലേ? ഇല്ലേ? ഷൂ എന്ന് പറഞ്ഞിട്ട് തന്നെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ തോന്നൂല. ഇവിടെ ഒരു ഹീല് താഴേക്കൊക്കെ ആയിട്ട് കാണുന്നില്ലേ? അത്രയൊക്കെ മതി. മറ്റേ ത്രികോണ ആകൃതിയിൽ പസഫിക് സമുദ്രം എന്നൊക്കെ പഠിക്കുന്ന ആൾക്ക് ഇതൊരു ഷൂ എന്ന് കാണാൻ ഇത്ര വലിയ പണിയുണ്ടോ? അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രൂസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പെടാത്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദി വോൾഗ ഡയലോഗ് ഇന്ത്യയും റഷ്യയും. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഫിൻലാൻഡ് 1000 തടാകങ്ങളുടെ നാട്. ഏറ്റവും ചെറിയ രാഷ്ട്രം വത്തിക്കാൻ സിറ്റി. മൗണ്ട് എറ്റ്ന ഇറ്റലിയിലാണ്. മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം. ഇത്രയാണ് എന്ത് ചെയ്യാറുള്ളത് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാലാവസ്ഥയുണ്ടല്ലോ ടൈഗ തുന്ദ്ര, അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ടൈഗയും തുന്ദ്ര എന്ത് ചെയ്യണം അവിടെ ഓർത്തിരിക്കണം. അത് വിയോടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഭൂഖണ്ഡ രാജ്യം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത്രയാണ് ഓസ്ട്രേലിയ. ഇവിടെ ഈ കിടക്കുന്നതാണ് ഇത് ന്യൂസിലാൻഡ്. അപ്പോ ഈ ഓസ്ട്രേലിയയും താഴെയുള്ള ദ്വീപുകളും ഒക്കെ കൂടി ചേർന്ന് യൂറോപ്പിൽ പുൽമേടും കോമൺ ആയിട്ട് ഏതന്നെ പറയാറുള്ളൂ? സ്റ്റേപ്പിസ് തന്നെ പറയാറുള്ളൂ കേട്ടോ. സ്റ്റേപ്പിസ് തന്നെ എന്ത് ചെയ്യാറുള്ളൂ കോമൺ ആയിട്ട് പറയാറുള്ളൂ. യൂറോപ്പിൽ മാത്രമായിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നില്ല, വേറെ പറയുന്നില്ല.
അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പേര് വിളിക്കും. ഓസ്ട്രേലിയയും ബാക്കിയുള്ള ദ്വീപുകളും എല്ലാം കൂടെ ചേർന്നിട്ട് ഓഷ്യാനിയ എന്ന് വിളിക്കും കേട്ടോ. ഓഷ്യാനിയ എന്നെന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. ഇനിയോ, എട്ടാമതായിട്ടൊരു ഭൂഖണ്ഡം കണ്ടെത്തിയതും പക്ഷെ അത് തകർന്നു പോയതാണ്, നാമാവശേഷമായി പോയതാണ് എന്ന് പറയുന്നത് ഏതാണ്? സീലാൻഡിയ എന്നും പറഞ്ഞിട്ട് കേട്ടോ. എട്ടാമതായിട്ട് കണ്ടെത്തിയ ഭൂഖണ്ഡം എന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷെ അവിടെ ഏത് ഓർത്തിരിക്കുക? സീലാൻഡിയ എന്നൊരു പേര് കേട്ടോ. സീലാൻഡിയ എന്നുള്ള ആ ഒരു പേര് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ ഓർത്തിരുന്നാൽ മതി. ഇനിയോ, അപ്പൊ ഏറ്റവും ചെറിയ വൻകര, ഹിമാനികൾ ഇല്ലാത്ത വൻകര, ഹിമാനികൾ ഇല്ലാത്ത വൻകര, അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര. ഈ ചോദ്യം എങ്ങാനും വന്നാൽ നമ്മൾ ഒരു ഗസ് അടിച്ച് കർപ്പിക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയെ കർപ്പിക്കുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ അഗ്നിപർവ്വതം ഉണ്ട് അല്ലെ? ഈ ഒരു ചോദ്യം അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ കർപ്പിക്കാതെ പോരുമില്ല. നമ്മൾ ഏതേ കർപ്പിക്കുള്ളൂ? നമ്മള് അന്റാർട്ടിക്കയെ കർപ്പിക്കുള്ളൂ കേട്ടോ. അപ്പൊ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓസ്ട്രേലിയയാണ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, കോസിയുസ്കി. കോസിയുസ്കി എന്നുള്ളത് ഓസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നമ്മള് ഓസീസ് എന്ന് പറയൂലേ, ആ ലെവലിൽ എന്ത് ചെയ്താൽ മതി? കോസി എന്നുള്ള ആ ഒരു ലെവലിൽ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ കോസിയുസ്കി, ഓസി എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നത്. പിന്നെ ആൾറെഡി നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സിൽ പ്രതിനിധീകരിക്കുന്നത് ഏത് വളയമാണെന്ന് പറഞ്ഞു? പച്ചയാണെന്ന് പറഞ്ഞു അല്ലെ? ഇനിയോ, ഏറ്റവും വലിയ നദിയാണ് ഏത്? മുറേ. മുറേ നദി കേട്ടോ. മുറേ ഡാർലിംഗ് എന്നാണ് കോമൺ ആയിട്ട് പറയുക. മുറേ വേറെ നദിയാണ്, ഡാർലിംഗ് വേറെ നദിയാണ്. ഡാർലിംഗ് വന്ന് ചേരുന്നത് ഏതിലാണ്? മുറേ നദിയിലാണ് കേട്ടോ. അപ്പൊ മുറയാണ് ഏറ്റവും വലിയ നദിയായിട്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നദി മുറേ എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം. ഇനിയോ, ഗ്രേറ്റ് വിക്ടോറിയൻ മരുഭൂമി, സിംസൺ മരുഭൂമി, ഗിബ്സൺ മരുഭൂമി, ഗ്രേറ്റ് സാൻഡി മരുഭൂമി, ഇതൊക്കെ എവിടെയാ? ഇതെല്ലാം ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി, സിംസൺ മരുഭൂമി, പിന്നെയോ ഗിബ്സൺ മരുഭൂമി, ഗ്രേറ്റ് സാൻഡി മരുഭൂമി. അപ്പൊ ഇത്രയും ഓസ്ട്രേലിയയിലുള്ളതാണ്. നാലും എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ്. PSC ചോദിച്ച ചോദ്യമാണ്, ഏത് ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു? ഗ്രേറ്റ് ബാരിയർ റീഫ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പവിഴപ്പുറ്റാണ് ഏത്? ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട്? അത് മുമ്പേ ചോദിച്ച ചോദ്യമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓസ്ട്രേലിയ എന്നുള്ളത്. ഇനിയോ, ന്യൂസിലാൻഡിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? കുക്ക് കേട്ടോ. ന്യൂസിലാൻഡിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? കുക്ക്. ഓസ്ട്രേലിയയിലാണെങ്കിലോ കോസിയുസ്കി കേട്ടോ. കോസിയുസ്കി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ന്യൂസിലാൻഡിലാണെങ്കിൽ കുക്കാണ്. ഓസ്ട്രേലിയ കണ്ടെത്തിയ ആളാണ് ആര്? ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് കേട്ടോ. ഓസ്ട്രേലിയ കണ്ടെത്തിയ ആളാണ് ആര്? ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. ഇത് പഴയ SCR ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓസ്ട്രേലിയ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. തലസ്ഥാനമാണ് ഏത്? കാൻബറ. തലസ്ഥാനം കാൻബറ. പുൽമേടുകളാണ് ഏത്? ഡൗൺസ്. പുൽമേടുകളാണ് ഏത്? ഡൗൺസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. സാവന്നയും ഇവിടെ കാണപ്പെടുന്നുണ്ട്, പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂസിലാൻഡ് ഈ ഓഷ്യാനിയ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവിടെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓസ്ട്രേലിയയുടെ പാർട്ടിൽ വരുന്നതാണ്. ഇതെല്ലാം ഒന്നിച്ചാണ് പറയുന്നത്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് എന്നുള്ളത് കേട്ടോ. ഇതിനോട് ചേർന്നിട്ടാണ് ഏത് കണ്ടെടുക്കപ്പെട്ടതും? സീലാൻഡിയ എന്ന് പറയുന്ന ഒരെണ്ണം കേട്ടോ. അപ്പൊ ഡൗൺസ് എവിടെ കാണപ്പെടുന്ന പുൽമേടുകളാണ്? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ഓസ്ട്രേലിയയെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? അവിടെ ഓർത്തിരിക്കാനുള്ളത് കേട്ടോ.
അപ്പൊ ഓസ്ട്രേലിയയെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ഭൂഖണ്ഡ രാജ്യം, പിന്നെ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാന്ന് ഓർത്തിരിക്കുക, ഏറ്റവും വലിയ നദി മുറേ, മരുഭൂമികൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക, ഗ്രേറ്റ് വിക്ടോറിയ, സിംസൺ, ഗിബ്സൺ, ഗ്രേറ്റ് സാൻഡി. ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണ് ഏത്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ന്യൂസിലാൻഡിലെ ഉയരം കൂടിയ കൊടുമുടി കുക്ക്. ഓസ്ട്രേലിയ കണ്ടെത്തിയത് ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. തലസ്ഥാനം കാൻബറ. ഡൗൺസ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ. പിന്നെ കങ്കാരുവിന്റെ നാട് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? കങ്കാരുവിന്റെ നാട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ. അത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നതാ? സ്ഥിരമായിട്ട് കാണുന്ന. പാപ്പുവ ന്യൂഗിനിയൊക്കെ ഇതിനോട് ചേർന്ന് വരുന്ന ദ്വീപുകളാണ് കേട്ടോ. പാപ്പുവ ന്യൂഗിനിയ ഒക്കെ ഇതിനോട് ചേർന്ന് വരുന്ന ദ്വീപുകളാണ്. ഒക്കെ ഓഷ്യാനിയ എന്ന് പറയുന്ന അതിൽ വരുന്നതാണ്. അപ്പൊ 8ാമത്തെ ഭൂഖണ്ഡമായിട്ട് കണ്ടെടുക്കപ്പെട്ടത് എന്നുള്ളത് ഏത് ഓർത്തിരിക്കുക? സീലാൻഡിയ എന്നുള്ളത് കേട്ടോ. സീലാൻഡിയ. ഇനി അതിൽ നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും. സ്നേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നത് വേറെയും കുറെ ഉണ്ട് കേട്ടോ. സ്നേക്ക് ഇല്ലാത്ത ഭൂഖണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മതി. ഏറ്റവും വലുത് സ്വീഡൻ, ഏറ്റവും ചെറുത് ഡെൻമാർക്ക്. അത് നിങ്ങൾ ആ ഒരൊറ്റ പേരിൽ അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഒറ്റ രാജ്യം പഠിച്ചാൽ മതി കേട്ടോ. അതിൽ തന്നെ ഉണ്ട്. ആ ഒരൊറ്റ രാജ്യം പഠിച്ചാൽ മതി നിങ്ങൾ. ആൽപ്സ് യൂറോപ്പിലാണ്, ഫ്രാൻസിലാണ് കേട്ടോ. ആൽപ്സ് യൂറോപ്പിലാണ്, ഫ്രാൻസിലാണ്. അത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് പറയുന്നതല്ലേ. ഫ്രാൻസിലെ ആൽപ്സിന്റെ തെക്കൻ ചെരുവിൽ, വടക്കൻ ചെരുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് നമ്മൾ പറയുന്നതാണ് ഇത് ആൽപ്സ് പർവ്വതനിര എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആൽപ്സ് യൂറോപ്പിലാണ്. അപ്പൊ ഏത് കഴിഞ്ഞു? കോണ്ടിനെന്റ്സ് കംപ്ലീറ്റ് അവിടെ തീർന്നു. ഇത് സ്വീഡൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യമല്ലേ ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിൽ വലുത് സ്വീഡൻ ആണ്, ചെറുത് ഡെൻമാർക്ക് ആണ്. അങ്ങനെ തന്നെ ഓർത്താൽ മതി കേട്ടോ. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്താൽ മതി. ഒറ്റ രാജ്യമല്ലേ സ്വീഡൻ എന്ന് പറയുന്നത്. സ്വീഡൻ വലുത്, ഡെൻമാർക്ക് ചെറുത് എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാം? അവിടെ കാണാം. മിസ്ട്രലും ഫോനും ഒക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലേ. ആൽപ്സിന് മീതെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ 10ാം ക്ലാസ്സിൽ കേട്ടോ. സ്വീഡൻ ഡെൻമാർക്ക് എന്തുവാന്നോ? സ്കാൻഡിനേവിയൻ കൺട്രീസ് അപ്പുറത്ത് യൂറോപ്പിൽ പറഞ്ഞാണ്. കുറെ ആളുകൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞു. ചോദിച്ചിട്ടില്ല കേട്ടോ, ചോദിച്ചിട്ടില്ല. അപ്പോ ഭൂഖണ്ഡങ്ങൾ 7 എന്ത് ചെയ്തു? അവിടെ തീർന്നു. ഇനിയോ? ഇനി അതിൽ ഏതാണ് നിങ്ങൾക്ക്? CA നമുക്ക് എന്തായാലും തീർക്കണം. CA ഇടയ്ക്ക് വെക്കാം കേട്ടോ. CA ഇടയ്ക്ക് വെക്കാം. ഇനി നാളെ ഒറ്റ ക്ലാസ്സിൽ തീർക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ? ഒറ്റ ക്ലാസ്സിൽ തീർക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ? വാവുവേലി, സപ്തമി വേലി, അത് പ്രയാസമുണ്ടോ? വേലികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പദ്ധതികൾ. യെസ്, അത് ഞാൻ നോക്കാം കേട്ടോ. ഒരു 17-18 പദ്ധതികളുണ്ട്. അത് ഒറ്റ ക്ലാസ്സിൽ തീരോ എന്നുള്ളത് നോക്കാം കേട്ടോ. അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഒന്നല്ലെങ്കിൽ 2 ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞുതരാം. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നമുക്ക് കുറെ മറ്റേ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്ന് പറഞ്ഞ്, തൊഴിലുറപ്പ് പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചെണ്ണം ഉണ്ടല്ലോ. അവിടെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? സ്കീംസ് എന്ന് സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സ്കീംസിന്റെ കാര്യം തന്നെ പറഞ്ഞത് കേട്ടോ. സ്കീംസിന്റെ കാര്യം ഞാൻ നോക്കട്ടെ. അതാവുമ്പോൾ 1-2 ക്ലാസ്സിൽ തീരും. വലിയ പണിയില്ല. ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? അവിടെ നോക്കിയാൽ മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ LDC മെയിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അൺഅക്കാഡമി പ്ലസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏപ്രിൽ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു മെയിൻസ് LDCക്കുള്ള പ്രിപ്പറേഷൻ. ഇപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. പിന്നെ നാളെ 9 മണിക്കല്ല, നാളെ 10 മണിക്ക് കേട്ടോ. നാളെ 10 മണിക്ക് സോഷ്യൽ സയൻസിന്റെ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വിസ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ക്വിസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാളെ രാത്രി 10 മണിക്കാണെന്ന് തോന്നുന്നു
ഞാൻ അതിന്റെ ലിങ്ക് ഇടാം, ജസ്റ്റ് നിങ്ങൾ നാളെ നോക്കി വെച്ചാൽ മതി. 30 മാർക്കിനുള്ള ഒരു സോഷ്യൽ സയൻസിന്റെ ഫ്രീ ക്യൂസ് ആണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയോ സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. വെറും അരമണിക്കൂറിന്റെ പരിപാടിയുള്ളൂ. 30 മിനിറ്റ് 30 ചോദ്യങ്ങൾ കേട്ടോ. 30 മിനിറ്റ് 30 ചോദ്യങ്ങൾ നാളെ രാത്രി 10 മണിക്ക് എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും എന്ത് ചെയ്ത് തരാം, ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.